ആദമിൻ്റെ എല്ലാ മക്കളും പാപം ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നവനാണ്. അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് വലുതാണ്, കരുണാനിധിയാണ്. ഇതെല്ലാം നമുക്കറിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതിനെ ഒരു കാരണമായി കണ്ട് വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കാനൊരു ടെൻഡൻസി എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇതിനെ എന്താണ് ഇസ്ലാം ഇസ്ലാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. നല്ലൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ചോദ്യം മൈക്കയിൽ തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇൻ തുബുദു മാഫി അംഫുസിക്കും ഔ തുഹ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ അതിവിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, ഒരു നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വളർന്ന് നമ്മൾ വരുന്ന ഈ അവസ്ഥയിൽ എത്തുന്നത് വരെയുള്ള നമ്മുടെ എല്ലാം അറിയുന്ന ഒരു അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ഇൻ തുബുദു മാഫി അംഫുസിക്കും, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങൾ വെളിവാക്കുന്നതും ഔ തുഹ്ഫൂഹു, നിങ്ങൾ രഹസ്യമാക്കുന്നതും യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിന് അറിയാം ആർക്കാണ് പുറത്തു കൊടുക്കേണ്ടത്, ആർക്കാണ് പുറത്തു കൊടുക്കേണ്ടാത്തത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവർ പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ പാപമോചനം എന്ന ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു തെറ്റ് ചെയ്യാം, അല്ലാണ്ട് പൊറുക്കലിനെ തേടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഒരു തെറ്റ് ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ പാപമോചനത്തിന് അർഹനാണോ? ആ പ്രവർത്തിക്കുന്നവൻ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. മനസ്സിലേ? ഒരു തെറ്റിലേക്ക് താൻ നടന്നു പോകുമ്പോൾ തെറ്റാണെന്ന് 100% ഉറപ്പാണ്. അത് ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് ചെയ്യുന്നത്. ഒരു വ്യഭിചാരിക്കുള്ള ശിക്ഷ എല്ലാം അവനറിയും. അതറിഞ്ഞുകൊണ്ട് അവൻ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവന് പുറത്ത് കിട്ടുമോ ഇല്ലയോ എന്ന് അവൻ ഊഹിക്കാൻ പറ്റും. അപ്പോൾ പാപം സംഭവിച്ചു പോകുന്നതാണ്. ആ സംഭവിച്ചു പോകുന്നതിന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകാം. അത് ചിലപ്പോൾ ആവർത്തിച്ച് പറ്റാം. പക്ഷേ പാപമോചനമുണ്ടല്ലോ എന്ന ഒരു വകുപ്പ് വെച്ച് ആ ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തി തെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതിനൊരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു പാപം പൊറുക്കും എന്നത് യഥാർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ ഒരു ന്യായമായി പറയപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളും പ്രവർത്തനങ്ങളുടെയും മുന്നിൽ ആത്മാർത്ഥമായും നമ്മൾ പശ്ചാത്തപിക്കുമ്പോഴാണ് നമുക്കുണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം അറിയാം, തൗബക്ക് ചില നിബന്ധനകളുണ്ട്. അതൊന്നും വെറുതെ വെച്ചതല്ല. തൗബൻ്റെ നിബന്ധന എന്താണ്? ഒന്നാമത്തെ നിബന്ധന എന്താണ്? ആ പാപത്തെ പൂർണ്ണമായും വേരോടെ പറിച്ചു കളയണം. അപ്പോൾ നമുക്കൊരു മദ്യപിക്കുന്നവന് മദ്യപാനത്തെ പശ്ചാത്തപിക്കുമ്പോൾ അവൻ്റെ മദ്യപാനികളായ കൂട്ടുകാരെ അവൻ ഉപേക്ഷിക്കണം. അവരാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്, അവരെ ഉപേക്ഷിക്കണ്ടേ? ഒരു അവിഹിതമായ ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുന്നവൻ പശ്ചാത്തപിക്കുമ്പോൾ ആ ബന്ധം ആ സിമ്മ് ഊരി വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ ആ പശ്ചാത്താപത്തിലേക്ക് ഇറങ്ങുന്നത്. വേരോടുകൂടെ ഇനി അത് മുളച്ചു വരാൻ സാധ്യത പോലുമില്ല. പിന്നെ അങ്ങേയറ്റത്തെ കുറ്റബോധം, നാഥ സംഭവിച്ചു പോയല്ലോ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഞാൻ ഇനി എന്തു ചെയ്യും? ഇത് നാളെ എൻ്റെ രേഖയിൽ കാണിക്കപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും? ഈ റൂമിലെ രംഗം നാളെ വീഡിയോയിൽ കാണുന്ന പോലെ ഖിയാമത്ത് നാളിൽ ഇഖ്റ കിതാബ് കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ എന്ന് പറഞ്ഞ് എന്നെ കാണിക്കാതിരിക്കാൻ, ഞാൻ അപമാനിതനാകാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യും എന്ന കുറ്റബോധത്തിൽ നിന്നാണ്. പിന്നെ ഒരിക്കലും ആ പാപത്തിലേക്ക് മടങ്ങാതിരിക്കുക. ഈ നിബന്ധനകളൊക്കെ ആ പാപമോചനത്തിലുണ്ട്. ഇങ്ങനത്തെ ഒരു പാപമോചനം എന്തായിരുന്നാലും ഒരാൾ ദുരുപയോഗപ്പെടുത്തുകയെന്ന് നമുക്കറിയാം. ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കുന്നു. ചെയ്ത പാപങ്ങൾക്കൊന്നും പരിഹാരമില്ലാതെ കിടക്കുകയാണെങ്കിൽ ആർക്കാ സ്വർഗത്തിലെത്താൻ പറ്റുക? അതുകൊണ്ട് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ അള്ളാഹുവാണ് അതിൽ തീരുമാനമെടുക്കുന്നവനെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമാറാവട്ടെ.